പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ എങ്ങനെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്? എന്താണ് ചോദ്യം? നീ എങ്ങനെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്? ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. എന്താണ് വചനം? തീഷ്ണതയിൽ, നമുക്ക് ഏറ്റു പറയാം, പലതരം ഉയർത്തിക്കൊണ്ട് വീശിക്കൊണ്ട് പറയാം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ദൈവത്തെ ശുശ്രൂഷിക്കുവിൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് തീഷ്ണതയിൽ മാന്യം കൂടാതെ ജ്വലിക്കുന്നവരായി, ആത്മാവിൽ ജ്വലിക്കുന്നവരായി ദൈവത്തെ ശുശ്രൂഷിക്കും. ദൈവരാജ്യ ശുശ്രൂഷകളിൽ, പ്രാർത്ഥനയിൽ, ദിവ്യബലിയിൽ, ആരാധനയിലൊക്കെ നമ്മൾ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, അതിലൊരു മാന്യം ഇല്ലാതെ, ഒരു മടുപ്പില്ലാതെ, വലിയ ഉത്സാഹം, ഒന്നാം സ്ഥാനം. എപ്പോഴാണ് നമുക്ക് ഭയങ്കര തീഷ്ണത ഉണ്ടാകുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ദൈവാരാധനയ്ക്ക് കൊടുക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം ചെയ്യുന്നതിന് ഒരു തീഷ്ണത ഉണ്ടാകുന്നത്, നമ്മുടെ മന്നിപ്പൊക്കെ മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ മന്നിപ്പുണ്ടായ ഒരു കുറച്ചു കൂട്ടം ആളുകളെ കുറിച്ചാണ് സുവിശേഷത്തിൽ പറയുന്നത്. അവർക്ക് ദൈവാരാധനയ്ക്ക് ഒരു ക്ഷണം കിട്ടിയപ്പോൾ അവർ വരാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഉപമ വിരുന്നിൻ്റെ ഉപമയാണ്. വിരുന്നിന് ക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ക്ഷണം കിട്ടിയവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വന്നാൽ കേട്ടോ, 12:30 ആകുമ്പോഴേക്ക് എത്തിയേക്കാം, 1 മണിയാകുമ്പോഴേക്ക് എത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യം സമയമായപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ അവർ പറയാണ്, ഇന്ന് വരാൻ പറ്റില്ല കേട്ടോ. ഫോൺ വിളിച്ച് 12:30 സംഭവമൊക്കെ റെഡിയാണ്, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ ഒരു വയൽ മേടിച്ചു, അപ്പോൾ അത് നോക്കാൻ പോവാണ്. അപ്പോൾ അവൻ്റെ തീഷ്ണത എവിടെയാണ്? വയൽ നോക്കാൻ പോകുന്നതിലാണ്. വേറൊരുത്തൻ പറയാണ്, ഞാൻ കാളകളെ മേടിച്ചിട്ടുണ്ട്, പരീക്ഷിക്കാൻ പോവാണ്. അപ്പോൾ അവന് വിരുന്നിനേക്കാളും പ്രധാനപ്പെട്ടത് കാളയാണ്. വേറൊരു പറയാണ്, ഞാൻ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനായിട്ട് ഹണിമൂണിന് പോവാണ്. അപ്പോൾ അവന് വിരുന്നിനേക്കാൾ പ്രധാനപ്പെട്ടത് ഹണിമൂണാണ്. പറഞ്ഞു തരുന്നത്, അവന് അല്ലെങ്കിൽ അവർക്ക്, ഈ ആളുകൾക്ക് ക്ഷണമൊക്കെ കിട്ടി സ്വീകരിച്ച് വന്നാക്കാമെന്നങ്ങ് പറഞ്ഞെങ്കിലും അവർക്ക് ദൈവാരാധനയോടൊരു തീഷ്ണതയില്ല. തീഷ്ണതയിൽ മാന്യമാണ്. വേറൊരു പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾ വരാം എന്നുള്ള മട്ടാണ്. അങ്ങനെയല്ല, എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിനെ ആരാധിക്കാം എന്ന് പറയുന്ന അവസ്ഥയാണ് തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ തീഷ്ണതയോടുകൂടെ ദൈവത്തെ ശുശ്രൂഷിച്ച് 46-ാമത്തെ വയസ്സിൽ മരിച്ച ഒരു വിശുദ്ധന്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ചാൾസ് ബൊറോമിയോ എന്നാണ് ആ വിശുദ്ധന്റെ പേര്. മത അധ്യാപകരുടെ മധ്യസ്ഥനായി തിരുസഭ ഉയർത്തിക്കാട്ടുന്നത് വിശുദ്ധ ചാൾസ് ബൊറോമിയോയാണ്. ഇത് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതുപോലെ ചെറിയ പ്രായത്തിൽ, അച്ഛനാവണതിന് മുമ്പ് തന്നെ കർദിനാളാവുകയും, അതായത് 22-ാമത്തെ വയസ്സിൽ കർദിനാളായി, 25-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വൈദികനാകുന്നത്. 26-ാമത്തെ വയസ്സിലാണ് ഇറ്റലിയിലെ ഏറ്റവും വലിയ രൂപതയുടെ, മിലാൻ എന്ന് പറയുന്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്. 20 വർഷം അതിരൂപതയുടെ ചാർജായിട്ട് 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് മുൻപ് ട്രെൻഡ് സൂനഹദോസ് നിലനിർത്തിക്കൊണ്ടു പോവുകയും അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കുകയും ചെയ്തത് ഈ വലിയ വിശുദ്ധനാണ്. വൈദികരുടെ രൂപീകരണത്തിനും അതുപോലെ കുട്ടികൾ മതാധ്യാപനം നടത്തണം. നമുക്ക് ഇന്നത്തെ രീതിയിലുള്ള മതബോധനത്തിൻ്റെ ഒക്കെ ഒരു ആരംഭ രൂപം ആരംഭിക്കുന്നത് ഈ വിശുദ്ധന്റെ കാലത്താണ്. അതിനു മുൻപ് മതാധ്യാപനം മതബോധനം എന്ന് പറഞ്ഞാൽ കുർബാന ചെല്ലുമ്പോഴുള്ള ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന്റെ സമയത്തുള്ള ഒരു പ്രസംഗം മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വൈദികരുടെ പരിശീലനത്തിന് വ്യക്തമായ രൂപരേഖകൾ ഉണ്ടായിരുന്നില്ല. സെമിനാരികൾ ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി അത് നിർബന്ധമാക്കിയതും അത് വൈദികരാവുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് പട്ടം കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള
ആ കാര്യങ്ങൾ, വൈദികരുടെ രൂപീകരണം ഒരു വശത്ത്, അൽമായരുടെ മതബോധനം മറ്റൊരു വശത്ത്, അങ്ങനെ സഭയെ ട്രെൻഡിസ് പുനഹദോസിലൂടെ അടിമുടി നവീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വിശുദ്ധനാണ് ചാൾസ് ബൊറോമിയോ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ തീഷ്ണതയ്ക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നതിലുള്ള തീഷ്ണതയ്ക്ക്, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനുള്ള തീഷ്ണതയ്ക്ക് കുറവ് വന്നിട്ടുള്ള സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമുക്ക് ദിവ്യബലി അർപ്പിക്കുവാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ഉപയോഗിക്കാതിരുന്ന സമയമുണ്ട്. ദൈവാരാധനയ്ക്ക്, ദിവ്യകാരുണ്യ ആരാധനയ്ക്കൊക്കെ സമയം ലഭിച്ചിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതരായ സമയങ്ങളുണ്ട്. നമുക്ക് ഓർത്ത് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.